ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്ക എപ്പോഴും വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പശയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. ഞാനിവിടെ ഏകദേശം 1 കിലോ ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ കട്ടാക്കി എടുക്കാം. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചക്ക ചെറിയ ചെറിയ പീസസിലാണ് കട്ടാക്കി എടുക്കുന്നത്. ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസിലാണ് ചക്കേൻ്റെ പീസസ് കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ സൈസിൽ വേണം കട്ടാക്കി എടുക്കാൻ വേണ്ടി. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ടേസ്റ്റിൻ്റെ അനുസരിച്ച്, പിന്നെ കുറച്ച് വേപ്പില, അതിൻ്റെ കൂടെ തന്നെ ചക്ക വേവിക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നടുവിൽ നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ വേണ്ടി. ചക്ക മാത്രം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്കപ്പുഴുക്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി ഏറ്റവും മുമ്പ് ഞാനിവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി എടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ വെളുത്തുള്ളി ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വേപ്പില. പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് ഒരു 4 പച്ചമുളകാണ്. ഇത് എല്ലാം ഇട്ട് ഞാനിവിടെ ഈ ഒരു ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിൽ ഇതിന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. മിക്സി ജാറിൽ ഇട്ട് ക്രഷ് ചെയ്ത് എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേണം നമ്മളിത് പൾസിൽ ഇട്ട് ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി. അപ്പം നമ്മളുടെ കൂട്ട് ഇവിടെ നന്നായിട്ട് ക്രഷായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ബൗളിൽ 1 കപ്പ് ചെറിയ നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില അതിൻ്റെ കൂട്ടും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കാരണത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പിഞ്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിൽ നമ്മളുടെ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. തേങ്ങേൻ്റെയും ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ പച്ച ടേസ്റ്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ താളിച്ച് ഒഴിക്കാൻ വേണ്ടി ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവേൻ്റെ കളർ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് വേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ചക്കപ്പുഴുക്കിൽ ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ വൈകിട്ട് നേരത്ത് ഒരു ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ഒരു ചക്കപ്പുഴുക്കാണ് ഇത്. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ഹെൽത്തി അതേസമയം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചക്കപ്പുഴുക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബും ചെയ്യണം. റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. വീണ്ടും നല്ല ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.